അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വിജയ് രൂപാണിയും മരിച്ചു. ഗുജറാത്തിലെ ബി.ജെ.പിയെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവായിരുന്നു വിജയ് രൂപാണി. ഗുജറാത്തിലെ തലയെടുപ്പുള്ള ബി.ജെ.പി. നേതാക്കളിൽ പ്രധാനിയായിരുന്നു വിജയ് രൂപാണി. 1956 സെപ്റ്റംബർ 2-ന് മ്യാൻമറിൽ ജനിച്ച വിജയ് രൂപാണിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് കുടുംബം ഗുജറാത്തിലെ രാജ്കോട്ടിലേക്ക് താമസം മാറ്റിയത്. 15-ാം വയസ്സിൽ RSSലൂടെ തുടങ്ങിയ സംഘടനാ ജീവിതം. അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം. 1978 മുതൽ 81 വരെ RSS പ്രചാരക്, രാജ്കോട്ട് കോർപ്പറേഷൻ കൗൺസിലർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, തുടർന്ന് മേയർ സ്ഥാനത്തെത്തി. 2006 മുതൽ 2012 വരെ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായി. 2014-ലെ ഉപതെരഞ്ഞെടുപ്പിൽ രാജ്കോട്ട് വെസ്റ്റിൽ നിന്ന് ആദ്യമായി നിയമസഭാംഗമായി. ആനന്ദിബെൻ പട്ടേൽ മന്ത്രിസഭയിൽ ക്യാബിനറ്റ് മന്ത്രിയായി. പട്ടീദാർ പ്രക്ഷോഭത്തെ തുടർന്ന് ആനന്ദിബെൻ പട്ടേൽ രാജിവെച്ചപ്പോൾ ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പി. ഏൽപ്പിച്ചത് രൂപാണിയെ. 2017-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജ്കോട്ട് വെസ്റ്റിൽ നിന്ന് വീണ്ടും നിയമസഭയിലെത്തിയ രൂപാണി 2021 വരെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു. 2021 സെപ്റ്റംബർ 12-ന് മുഖ്യമന്ത്രി പദം രാജിവെച്ചു. നിയമസഭയുടെ കാലാവധി അവസാനിക്കാൻ 1 വർഷം കൂടി ശേഷിക്കെയായിരുന്നു രാജി. പാർട്ടിയുടെ കരുത്തനായ നേതാവായിരുന്ന രൂപാണി ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചു. റിസർച്ച് ഡെസ്ക് 24.